നമ്മുടെ മുഖ്യ അതിഥി ഡോക്ടർ രാധാകൃഷ്ണൻ മഹേഷ്, ഗുരുജനങ്ങളെ, സഹോദരങ്ങളെ, നമുക്കെല്ലാം ഗുരുവും പിതാവുമായ പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ ഒരു അനുഗ്രഹമായി മാത്രം ഞാനിതിനെ കാണുകയാണ്. ഏതെങ്കിലും തരത്തിലുള്ള അർഹതയോ അവകാശമോ ഇവിടെ ഇല്ല. ഇത് വെറുമൊരു അനുഗ്രഹമാണ്. എൻ്റെ ഒരു വ്യക്തിപരമായ ഓർമ്മ കൂടി ഞാൻ പങ്കുവയ്ക്കുകയാണ്. എൻ്റെ പിതാവ് പരിശുദ്ധനായ പാമ്പാടി തിരുമേനിയുടെ അടുത്ത് വൈദിക വിദ്യാഭ്യാസത്തിന് പരിശീലനത്തിനായി അയക്കപ്പെട്ടയാളാണ് എന്ന് കേട്ടിട്ടുണ്ട്. തിരുമേനി ശിഷ്യന്മാരോട് വളരെ കർശനമായിട്ട് പെരുമാറുമായിരുന്നു. അവരെ തല്ലുകയും അതോടൊപ്പം സ്നേഹപൂർവ്വം തലോടുകയും ചെയ്യുമായിരുന്നു. ഞാൻ കേട്ടത് എൻ്റെ പിതാവിന് ആദ്യത്തെ തല്ല് കിട്ടിയപ്പോൾ തന്നെ അദ്ദേഹം ഇത് മതിയാക്കി തിരിച്ച് വീട്ടിലേക്ക് പോയി എന്നാണ്. ഒരുപക്ഷെ പിന്നീട് അദ്ദേഹം അതേക്കുറിച്ച് അനുഭവിച്ചിട്ടുണ്ടായിരിക്കാം. ഏതായാലും അദ്ദേഹത്തിന് കിട്ടേണ്ടിയിരുന്ന ഒരു അനുഗ്രഹത്തിൻ്റെ ഒരു ഭാഗമാണ് എനിക്കിപ്പോൾ കിട്ടിയിരിക്കുന്നത് എന്ന് ഞാൻ വിനയപൂർവ്വം ഓർക്കുകയും അവർ തമ്മിലുണ്ടായിരുന്ന ഗുരുശിക്ഷ ബന്ധത്തെ ഇപ്പോൾ അനുസ്മരിക്കുകയും ചെയ്യുന്നു. മരിക്കുന്നത് പാമ്പാടി തിരുമേനിയോട് അചഞ്ചലമായ ഭക്തി അദ്ദേഹം പുലർത്തിയിരുന്നു എന്നുള്ളത് എൻ്റെ അനുഭവമാണ്. ഗുരു എന്നുള്ളതിലേക്ക് ഒരാളെ നാം ബഹുമാനിക്കുമ്പോൾ വാസ്തവത്തിൽ ഇവിടെ ഗുരു പരമ്പരയെക്കുറിച്ച് രാധാകൃഷ്ണൻ സാർ പറഞ്ഞത് നമ്മൾ ഓർക്കണം. ഗുരു പരമ്പര ഒരു പ്രതിരേഖയിലുള്ള ഒന്നല്ല. ഗുരുക്കന്മാർക്ക് ഒരു വലിയ സമൂഹമാണ്. ആ സമൂഹത്തിലാണ് നാം. അതുകൊണ്ട് ഇവിടെ നൽകിയിരിക്കുന്നതായ ഈ ബഹുമതി എന്നെ ജനിച്ചപ്പോൾ മുതൽ പരിശീലിപ്പിച്ച എല്ലാ ഗുരുജനങ്ങൾക്കുമായി ഞാൻ സമർപ്പിക്കുന്നു. മഹത്തുക്കളായ ഗുരുജനങ്ങളാണ് അവർ. അവരുടെ സമൂഹത്തിന് വിനയപൂർവ്വം ഈ ബഹുമതി സമർപ്പിക്കുന്നു. രണ്ടാമതായിട്ട് കർത്താവായ യേശുക്രിസ്തു പറഞ്ഞ ഒരു വാക്യം നമ്മൾ ഒരിക്കലും മറക്കരുത്. ക്രിസ്തു പറഞ്ഞു, നിങ്ങളാരും ഗുരു എന്ന പേരെടുക്കരുത്. ഒരാളെ ഗുരുവായിട്ടുള്ളൂ. നിങ്ങളാരും ഭരണകർത്താവ് എന്നുള്ള പേരെടുക്കരുത്. ഒരാളെ ഭരണകർത്താവായിട്ടുള്ളൂ. നിങ്ങളാരും പിതാവ് എന്നുള്ള പേരെടുക്കരുത്. ഒരാളെ പിതാവായിട്ടുള്ളൂ. ആധുനിക പോസ്റ്റ് മോഡേൺ ശൈലിയിൽ പറഞ്ഞാൽ യേശുക്രിസ്തു നടത്തിയ വളരെ മൂല്യമായ വിപ്ലവകരമായ ഒരു ഡീകൺസ്ട്രക്ഷനാണ്, അപനിർമ്മാണമാണ്. ഈ ലോകത്തിൽ ആരെയും ഗുരുവെന്നോ പിതാവെന്നോ നേതാവെന്നോ വിളിക്കരുതെന്ന് പറഞ്ഞത്. അതുകൊണ്ട് നമ്മെല്ലാവരും തന്നെ അത് ഓർത്തിരിക്കണം. നമുക്കൊരു ഗുരുവേ. മൂന്നാമതായിട്ട് തൈത്തിരീയോപനിഷത്തിൽ അതിമനോഹരമായ ഒരു ശാന്തി മന്ത്രമാണ്. ഗുരുവും ശിഷ്യന്മാരും എല്ലാ ദിവസവും ഒരുമിച്ച് ചെല്ലേണ്ട ഒരു മന്ത്രമാണ്. അതിവിടെ പലർക്കും അറിയാമെന്ന് എനിക്കറിയാം. ഓം സഹനാവതു സഹനവും പുലർത്തും സഹവീര്യം കരവാവഹൈ തേജസ്വിന അജീതമസ്തു മാ വിദ്വിഷ്വ വഹൈ. നാം ഒരുമിച്ച് സംരക്ഷിക്കപ്പെടട്ടെ. നാം ഒരുമിച്ച് പോഷിപ്പിക്കപ്പെടട്ടെ. നാം ഒരുമിച്ച് ഊർജ്ജസ്വലരായി പ്രവർത്തിക്കുവാനിടയാകട്ടെ. നമ്മുടെ പഠനം അത് പ്രകാശിപ്പിക്കട്ടെ. അത് നമ്മെ വിദ്വേഷത്തിലേക്ക് നയിക്കാതിരിക്കട്ടെ. ഇത് ഗുരു സമൂഹവും ഗുരുവും ശിഷ്യന്മാരും ഒരുമിച്ചുള്ള സമൂഹത്തിൻ്റെ പ്രാർത്ഥനയാണ്. നാം ഒരു ശരീരമാണ്. ക്രിസ്തു അപ്പോസ്തലന്മാരെ പഠിപ്പിച്ചതാണ്. എല്ലാവരും ഒരു ശരീരമാണ്. പിൽക്കാലത്ത് വിശുദ്ധനായ പൗലോസ് മറ്റും സഭാഗാത്രം സഭാ ശരീരമെന്ന് രൂപകാലകാലത്തിൽ പറഞ്ഞത് തുടങ്ങിയത് ഇവിടെയാണ്. നമ്മൊരു ശരീരമാണ്. അതുകൊണ്ട് നമ്മുടെ ഈ ഗുരുവന്ദനം വാസ്തവത്തിൽ ദൈവത്തിൻ്റെ സകല സൃഷ്ടിക്കുമുള്ള ആദരവാണ്. ഇവിടെ ശിഷ്യന്മാരുടെ കണ്ണ് തിളങ്ങുന്നതിനെ കുറിച്ച് രാധാകൃഷ്ണൻ സാർ പറഞ്ഞത് വളരെ വളരെ വാസ്തവമാണ്. എന്തെങ്കിലും പറയുമ്പോൾ അതിൽ സത്യമുണ്ടോ എന്ന് ഗുരു തന്നെ തിരിച്ചറിയുന്നത് മുമ്പിലിരിക്കുന്ന ശിഷ്യന്മാരുടെ കണ്ണുകളിൽ തിളക്കമുണ്ടോ
എന്ന് നോക്കിയാണ്. അതുകൊണ്ട് നമ്മുടെ ഗുരുക്കന്മാരെന്ന് പറയുന്നത് മനുഷ്യന് മാത്രമല്ല, സകല ജീവജാലങ്ങളും നമുക്ക് ഗുരുസ്ഥാനീയമാണ്. ദൈവത്തിൻ്റെ സകല സൃഷ്ടിയും ഗുരുസ്ഥാനത്താണ് നിൽക്കുന്നത്. സഭാചാര്യന്മാർ എപ്പോഴും പറയും, നിങ്ങൾക്ക് മുന്നിൽ തുറന്നിരിക്കുന്ന വേദം ദൈവത്തിൻ്റെ സൃഷ്ടിയാണ്. വേദപുസ്തകം ബൈബിൾ എന്നൊക്കെ പറഞ്ഞ് എഴുതുകയും അച്ചടിക്കുകയും ചെയ്യുന്നതിന് എത്രയോ മുൻപ് അവർ പറഞ്ഞതാണ്, ദൈവത്തിൻ്റെ സൃഷ്ടിയാണ് നമ്മുടെ വേദം. അതുകൊണ്ട് സൃഷ്ടിയിലേക്ക് നോക്കുക, നിങ്ങളുടെ കണ്ണുകൾ തിളങ്ങും. അതുകൊണ്ട് ഈ ഗുരുപൂജ, ഈ ഗുരുവന്ദനം ദൈവത്തിൻ്റെ അതിമനോഹരമായ സൃഷ്ടിക്ക് മുഴുവനും അർഹതപ്പെട്ടതാണ്. ദൈവത്തിന് നന്ദി. പരിശുദ്ധ പാമ്പാഴത്തിൻ്റെ അനുഗ്രഹം ഒരിക്കൽ കൂടി നമുക്ക് ലഭിക്കട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് എൻ്റെ വാക്കുകൾ അവസാനിക്കും.